താങ്ക് ഗോഡ്. സ്തോത്രം. അറിയാലോ, രതീഷാണേ, പ്രൈസർ ഫാമിലിയിൽ നിന്ന് ഒരവസരം കൂടെ എനിക്ക് കിട്ടിയിരുന്നുവെങ്കിൽ, ഒരവസരം കൂടെ എനിക്ക് തന്നിരുന്നു എങ്കിൽ, സകല പ്രതീക്ഷകളും നഷ്ടപ്പെട്ട് പരാജയം കൺമുൻപിൽ തുറിച്ചു നോക്കുമ്പോൾ, ഇനി ജീവിതം മുൻപോട്ട് കൊണ്ടുപോകുവാൻ കഴിയാത്ത വിധത്തിൽ നല്ലതൊക്കെ ഇല്ലാതായി തീരുമ്പോൾ അറിയാതെ ചോദിച്ചു പോകും, ഒരവസരം കൂടെ കിട്ടിയിരുന്നു എങ്കിൽ, എന്റെ ജീവിതം ഒന്ന് മുൻപോട്ട് കൊണ്ടുപോകുവാൻ, ജീവിക്കുവാൻ ഒരവസരം കൂടെ കിട്ടിയിരുന്നുവെങ്കിൽ, എന്റെ ഭർത്താവിന്റെ ഭാര്യയായിരിക്കുവാൻ ഒരവസരം കൂടെ കിട്ടിയിരുന്നുവെങ്കിൽ, എന്റെ ഭാര്യയുടെ ഭർത്താവായിരിക്കുവാൻ ഒരവസരം കൂടെ കിട്ടിയിരുന്നുവെങ്കിൽ, ഒരുമിച്ച് ചേർന്ന് സന്തോഷത്തോടെ ജീവിക്കുവാൻ, അതേ അവിധത്തിൽ തന്നെ ഞാൻ ആ അവസരത്തെ പ്രയോജനപ്പെടുത്തും. അർത്ഥം, കഴിഞ്ഞ നാളുകളിൽ നിനക്ക് ലഭിച്ച അവസരത്തെ പ്രയോജനപ്പെടുത്തുവാൻ കഴിഞ്ഞില്ല. എപ്പോഴോ നല്ലൊരു ഭാര്യയായിരിക്കുവാൻ, നല്ലൊരു ഭർത്താവായിരിക്കുവാൻ, ഭർത്താവിൻ്റെ മനസ്സറിയുന്ന, ഭാര്യയുടെ മനസ്സറിയുന്ന, കുടുംബജീവിതം എങ്ങനെയാണ് മുൻപോട്ട് പോകുന്നതെന്ന് നേരത്തെ തിരിച്ചറിയുവാൻ കഴിയുന്ന അങ്ങനെ ഒരു ഭാര്യയായി, ഭർത്താവായി ഇരിക്കുവാൻ കഴിഞ്ഞില്ല. പലർക്കും ജീവിതത്തിൽ നീ അവസരം കൊടുത്തു, ഇടം കൊടുത്തു. നിന്റെ കുടുംബത്തിനകത്ത് പലർക്കും ഇടം കൊടുത്തു. ഫലമോ, കുടുംബം തകർന്നു പോയിരിക്കുന്നു. പലരുടെയും വാക്കുകൾക്ക്, നിന്റെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ വാക്കിനേക്കാൾ നീ വില കൊടുത്തു. നിന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ വാക്കിനേക്കാൾ നീ വില കൊടുത്തു. അവൾ നാളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നിന്റെ കൂട്ടുകാരെന്ന് നീ കരുതിയവർ ഇന്നത്തെക്കുറിച്ച്, ഇന്നത്തെ സന്തോഷത്തെക്കുറിച്ച് വാതോരാതെ നീ സംസാരിച്ചു. നീ ചിന്തിച്ചു, അതാണ് നല്ലത്, എൻ്റെ കൂട്ടുകാർ പറയുന്ന ഇന്ന് ലഭിക്കുന്ന സന്തോഷമാണ് നല്ലത്. ഫലമെന്താ? കുടുംബം തകർന്നുപോയി. നിന്റെ ഭർത്താവിൻ്റെ വാക്കുകളെക്കാൾ മറ്റു പലരുടെയും വാക്കുകൾ നിനക്ക് വലുതായി. അവരുടെ മോഹന വാക്കുകൾ, അയ്യോ, അവരുടെ പഞ്ചസാര പുരട്ടിയ വാക്കുകൾ, ഇതാണ് സത്യം, ഇതാണ് ശരി, നീ ചിന്തിച്ചു. പക്ഷെ അതൊരു വലിയ തെറ്റായിരുന്നു എന്ന് നിനക്കിന്നറിയാം. അതുകൊണ്ട് ഒരു അവസരം കൂടെ, ആ തൊഴിലിടത്തിൽ എനിക്കൊരു അവസരം കൂടെ ലഭിച്ചിരുന്നു എങ്കിൽ ചെയ്യേണ്ട ഒത്തിരി കാര്യങ്ങൾ, അതെ, ഇന്ന് ഞാൻ അറിയുന്നു. സഹോദര, സഹോദരി, ഇന്ന് എനിക്കത് മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട്. കുറച്ചുകൂടെ പിടിച്ചു നിൽക്കുവാൻ ഞാൻ ശ്രമിക്കണമായിരുന്നു. അത്രമാത്രം ബാധ്യതക്കാരിയായി ഞാൻ ആ രാജ്യത്ത് കടന്നുപോയി. കുറച്ചുകൂടെ പിടിച്ചു നിൽക്കുവാൻ കഴിയണമായിരുന്നു. ചിലരുടെ വാക്കുകൾക്ക് പ്രതികരിക്കാതിരിക്കണമായിരുന്നു. അതൊന്നും, അയ്യോ, ചെയ്യേണ്ടിയിരുന്നത് പലതും ചെയ്യുവാൻ കഴിഞ്ഞില്ല. ഫലമോ, ആ തൊഴിൽ നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു, നഷ്ടപ്പെടലിന്റെ വക്കിലായിരിക്കുന്നു. അകത്തുള്ളവർ മുഴുവൻ ശത്രുക്കളായിരിക്കുന്നു. എപ്പോൾ വേണമെങ്കിലും ജോലി നഷ്ടപ്പെട്ടു പോകാം. ഒരവസരം കൂടെ ഇവിടെ തുടരുവാൻ എനിക്ക് കിട്ടിയിരുന്നുവെങ്കിൽ, ആ മത്സര പരീക്ഷയിൽ പരാജയത്തിന്റെ കയ്പ് നീർ കുടിച്ചായിരിക്കുമ്പോൾ വേദനയോടെ ഒരവസരം കൂടെ നല്ലവണ്ണം പഠിക്കേണ്ടിയിരുന്നു. പക്ഷേ ഉഴപ്പി, അല്ലേ കുഞ്ഞെ? പഠിക്കുവാൻ മാതാപിതാക്കൾ പറഞ്ഞ സമയത്ത് അവരെ പരിഹസിച്ചു. ഒരവസരം കൂടെ കിട്ടിയിരുന്നുവെങ്കിൽ, എൻ്റെ മാതാവിൻ്റെ, എൻ്റെ പിതാവിൻ്റെ നല്ല മകനായി, നല്ല മകളായിരിക്കുവാൻ ഒരവസരം കൂടെ കിട്ടിയിരുന്നുവെങ്കിൽ, പറയുവാൻ പാടില്ലാത്തത് പറഞ്ഞുപോയി, ചെയ്യുവാൻ പാടില്ലാത്തത് ചെയ്തുപോയി, ചില കൂട്ടുകെട്ടുകളിൽ പെട്ടുപോയി. ഇന്ന് കേസും കോടതിയുമായി മാതാപിതാക്കളുടെ കണ്ണുനീരായി. അയ്യോ, അല്ലേ മാതാവേ, പിതാവേ, എനിക്കൊരവസരം കൂടെ കിട്ടിയിരുന്നുവെങ്കിൽ കുറച്ചുകൂടെ അവരുടെ കാര്യത്തിൽ ശ്രദ്ധിക്കാമായിരുന്നു, എൻ്റെ മക്കളുടെ കാര്യത്തിൽ ശ്രദ്ധിക്കാമായിരുന്നു. എപ്പോഴോ ചിന്തിച്ചു പോയി, അവർ എന്നെ പോലെ കാര്യപ്രാപ്തിയുള്ളവരാണ്, എൻ്റെ മക്കളാണ്. അതുകൊണ്ട് തന്നെ അവർ നേരാംവണ്ണം ജീവിക്കും. പുറത്തുള്ള അശുദ്ധിയുള്ള പലതും ഭവനത്തിനകത്ത് കടന്നു വന്നു, നീ അതറിഞ്ഞില്ല. മോശ കൂട്ടുകെട്ടുകളിൽ അവർ പെട്ടുപോയി, നീ അതറിഞ്ഞില്ല. അറിഞ്ഞപ്പോൾ വളരെ വൈകിപ്പോയി, വേദന അനുഭവിച്ചായിരിക്കുന്നു. മോശം സ്വഭാവങ്ങൾ, കൂട്ടുകെട്ടുകൾ, അയ്യോ, അനുഗ്രഹമായി തീരുവാനുള്ളതാ. അതിനുവേണ്ടി തുടങ്ങിയത് ആ ബിസിനസ്, ആ തൊഴിൽ, ആ കച്ചവടം. പക്ഷേ അവിടേക്ക് ചിലർ കടന്നു വന്നു. നിന്റെ നന്മകളെ, നിന്റെ സന്തോഷത്തെ കവർന്നെടുത്ത് അവർ പോയി. നീ ബാധ്യതക്കാരിയായി മാറി. ഒരവസരം കൂടെ എനിക്ക് കിട്ടിയിരുന്നുവെങ്കിൽ, ഒരവസരം കൂടെ ചോദിക്കുന്നുണ്ട് എന്നെ കേൾക്കുന്ന നിങ്ങളിൽ പലരും. അതെ, ഒരവസരം കൂടെ.
ഇല്ല, ലോകം നിങ്ങൾക്ക് അവസരം തരത്തില്ല. നിങ്ങൾക്കതറിയാം, ലോകത്തിൽ നിന്ന് അവസരം കിട്ടത്തില്ല. എന്നാൽ എന്നെ കേൾക്കുന്ന പ്രിയരെ, നിങ്ങൾക്ക് അവസരം തരുന്ന ഒരുവനുണ്ട്. അവനെക്കുറിച്ച് അത്രേ ഈ പകലിലും എനിക്ക് സന്തോഷത്തോടെ നിങ്ങളോട് പറയുവാനുള്ളത്. ഒരവസരം കൂടെ എനിക്ക് കിട്ടിയിരുന്നുവെങ്കിലെന്ന് ഞാൻ ചോദിച്ച് കരഞ്ഞ രാത്രികൾ ദൈവമില്ല. ദൈവമുണ്ടെങ്കിൽ എന്തിന് മനുഷ്യർ തമ്മിൽ, രാജ്യങ്ങൾ തമ്മിൽ യുദ്ധം ചെയ്യുന്നു? എന്തുകൊണ്ട് രാജ്യങ്ങളിൽ ക്ഷാമമുണ്ടാകുന്നു, പട്ടിണി മരണങ്ങളുണ്ടാകുന്നു, മഹാവ്യാധികൾ ഉണ്ടാകുന്നു? എൻ്റെ ചോദ്യമായിരുന്നു, ഉച്ചത്തിൽ ഞാൻ ചോദിച്ച ചോദ്യം. അവസാനം ഞാൻ തന്നെ ഒരു കൺക്ലൂഷനിലെത്തി, തീർപ്പും കൽപ്പിച്ചു. ദൈവം ഇല്ല. അങ്ങനെ പറഞ്ഞ് അവസാനം മെഡിക്കൽ കോളേജിലെ ACUT ആശുപത്രിക്ക് മുൻപിൽ ഞാൻ തിരിച്ചറിഞ്ഞു, ദൈവമുണ്ട്. അന്നു മുതൽ രാത്രികളിൽ ഉറക്കമില്ലാതെ കരയുവാൻ തുടങ്ങി. കർത്താവേ, അങ്ങേക്ക് വേണ്ടി പ്രയോജനപ്പെടേണ്ട, അങ്ങയെക്കുറിച്ച് പറയേണ്ട, അങ്ങേ ഉയർത്തേണ്ട എൻ്റെ നല്ല സമയമെല്ലാം ഞാൻ നഷ്ടപ്പെടുത്തി. എൻ്റെ യൗവനം ഞാൻ എറിഞ്ഞുടച്ചു. മോശം സ്വഭാവങ്ങൾ, മദ്യപാനം, വെറിക്കൂത്ത്, ലോകപ്രകാരമുള്ള ജീവിതം, അതേ ഞാൻ നഷ്ടപ്പെടുത്തി. അങ്ങേക്ക് വേണ്ടി പ്രയോജനപ്പെടുത്തുവാൻ കഴിയുമായിരുന്ന എൻ്റെ നന്മകൾ ഞാൻ മദ്യപാനത്തിനും മറ്റു പല കാര്യങ്ങൾക്കുമായി ചിലവഴിച്ചു. എനിക്കിനി ഒരു അവസരമുണ്ടോ? ബാധ്യതക്കാരനായി ഞാൻ മാറി. ഭാര്യ, കുഞ്ഞ്, സ്വന്തമായി വീടില്ല, വലിയ ബാധ്യത. അറിയാം, ഇനിയൊരവസരമില്ല. ലോകം പറയും ഇനിയൊരവസരമില്ല, എൻ്റെ അറിവ് പറയും ഇനിയൊരവസരമില്ല. എന്നാൽ പിന്നെയും അവസരം നൽകി നിങ്ങളുടെ മുമ്പിൽ ശക്തിയോടെ കർത്താവിൻ്റെ വചനം ശുശ്രൂഷിക്കുവാൻ തക്കവണ്ണം എന്നെ നിർത്തിയ ദൈവം, അതെ, നിങ്ങൾക്കും ഒരു അവസരം നൽകും. സഹോദര, സഹോദരി, നിനക്കും കർത്താവ് ഒരു അവസരം നൽകും. മാതാവേ, പിതാവേ, നിനക്കും എൻ്റെ കർത്താവ് ഒരു അവസരം കൂടി നൽകും. കുഞ്ഞുമക്കളെ, നിങ്ങൾക്കും എൻ്റെ കർത്താവ് ഒരു അവസരം കൂടെ നൽകും. അതെ, ചിലത് ശരിയായി ചെയ്യുവാൻ, ചെയ്യാത്ത ചിലത് പിന്നെയും ചെയ്യേണ്ടിയിരുന്നതാ, എന്നാൽ ചെയ്യുവാൻ കഴിഞ്ഞില്ല. അത് ചെയ്യുവാനുള്ള ഒരു അവസരം കൂടെ കർത്താവ് നിങ്ങൾക്ക് ഇനിയും നൽകും. ഒരുപക്ഷെ നിങ്ങൾ ചോദിക്കും, ദൈവദാസരെ, ഇത് നിങ്ങളുടെ അഭിപ്രായമല്ലേ? നിങ്ങളുടെ അഭിപ്രായം കേട്ടിട്ട് ഞങ്ങൾക്ക് എന്ത് കാര്യം? അതെ, എൻ്റെ അഭിപ്രായം നിങ്ങൾക്ക് മുമ്പിൽ വിളമ്പുവാനല്ല ഞാൻ ഈ പ്രഭാതം എന്ന ടാഗ് ലൈനിന് കീഴിൽ നിങ്ങളുടെ മുൻപിൽ ആയിരിക്കുന്നത്. പിന്നെയോ ദൈവത്തിൻ്റെ വചനം നിങ്ങളോട് പറയുവാനത്രേ. ദൈവത്തിൻ്റെ വചനവും ഞാൻ പറഞ്ഞത് അടിവരയിടുന്നു. ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായം 11 മുതൽ 32 വരെയുള്ള വാക്യങ്ങളിൽ, വിശുദ്ധ വേദപുസ്തകത്തിൽ എന്നെ ഏറ്റവും അധികം സ്വാധീനിച്ച ഒരധ്യായം ഏതെന്ന് ചോദിച്ചാൽ സന്തോഷത്തോടെ ഞാൻ പറയും, അതെ, ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായം തന്നെ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു താൻ എത്രമാത്രം മനുഷ്യർക്ക് അന്ന് വരെ മനസ്സിലാക്കാത്ത നിലയിൽ മഹത്വപൂർണനാണെന്ന് വെളിപ്പെടുത്തിയിരിക്കുന്നത് ഈ പ്രസ്തുത ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായം 3 ഉപമകളിലൂടെ അത്രേ. ആ 3 ഉപമകൾ, കാണാതെ പോയ ആട്, നഷ്ടപ്പെട്ടു പോയ ബ്രഹ്മ, ഓടിപ്പോയ മകൻ. അതെ, ഓടിപ്പോയ മകൻ. നമ്മൾ അതുവരെ ചിന്തിച്ചിരുന്നു, കമ്പുകൊണ്ടും വടിവാളുകൊണ്ടും കുന്തം കൊണ്ടും യുദ്ധം ചെയ്യുന്ന നമ്മുടെ സംസ്കാരം അതാ. അങ്ങനെയുള്ള ദേവീ ദേവന്മാരെ കണ്ടു വളർന്ന നമ്മുടെ സംസ്കാരത്തിൽ നിന്ന് എല്ലാ നാട്ടിലും അങ്ങനെയുള്ള സംസ്കാരങ്ങൾ ഉണ്ടായിരുന്നു. ആ സംസ്കാരത്തിൽ നിന്ന് മനുഷ്യർ അങ്ങനെ തന്നെയാണ് ദൈവത്തെ വരച്ചു കാട്ടിയത്. നമ്മുടെ ദൈവത്തെയും വരച്ചു കാട്ടിയത് കമ്പുകൊണ്ടും കുന്തം കൊണ്ടും വടിവാളുകൊണ്ടും തൻ്റെ ജനത്തോട് യുദ്ധം ചെയ്യുന്ന ദൈവം. എന്നാൽ കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞു, അങ്ങനെയല്ല. തേടി വരും, കണ്ടു കിട്ടുന്നത് വരെ അന്വേഷിക്കും, തിരികെ വരുന്നത് വരെ കാത്തിരിക്കും. ആമേൻ. അപ്പോ നോക്കിയേ, നമ്മുടെ ചിന്തയിലേക്ക് കടന്നു വരാം. ഒരവസരം, തനിക്കുണ്ടായിരുന്ന അവസരത്തെ നഷ്ടപ്പെടുത്തിയ ഒരു മകൻ അപ്പന്റെ ഭവനത്തിൽ അപ്പനുള്ളതെല്ലാം അനുഭവിച്ച് സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിച്ചു വരികയിൽ തൻ്റെ പൊട്ട ബുദ്ധിയിൽ ഒരു ചിന്ത വന്നു, ഇതിനേക്കാൾ, അപ്പന്റെ ഭവനത്തെക്കാൾ എനിക്ക് നല്ലത് ലോകമാണ്. അപ്പന്റെ ഭവനത്തിൽ ഇത്ര സന്തോഷമുണ്ടെങ്കിൽ ലോകത്തിൽ എന്തുമാത്രം. ആമേൻ. അതല്ലേ പലപ്പോഴും നമ്മുടെ ഈ ചിന്ത.
ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കുമ്പോൾ, നമ്മളായിരിക്കുന്ന സ്ഥാനത്ത് ദൈവിക അനുഗ്രഹങ്ങൾ അനുഭവിച്ചായിരിക്കുമ്പോൾ, ആ ജോലി സ്ഥലത്ത് നീ വിചാരിക്കുന്നത് നിന്റെ മിടുക്കാന്ന. ഇന്നലകളിൽ നേരാവണ്ണം ജോലി ചെയ്ത് ജീവിച്ചു വന്നപ്പോൾ ദൈവത്തിന്റെ കൃപയ. അപ്പോൾ ഒരു ചിന്ത, പൊട്ട ബുദ്ധി എന്ന് ഞാൻ പറയും. അപ്പുറത്ത് ഇവിടെ ഇങ്ങനെയാണെങ്കിൽ അപ്പുറത്ത് ആ സ്ഥാപനത്തിൽ പോയാൽ, അല്ലേ സഹോദര, ഭാര്യയോടൊപ്പം മക്കളോടൊപ്പം സന്തോഷത്തോടെ ജീവിച്ചപ്പോൾ ഇവിടെ ഇങ്ങനെയാണെങ്കിൽ അപ്പുറത്ത്, അല്ലേ സഹോദരി, അപ്പുറത്ത്, അല്ലേ മക്കളെ, എൻ്റെ വീട്ടിനകത്ത് സന്തോഷമൊക്കെ ഉണ്ട്, സന്തോഷമില്ലാതിരിക്കുമോ? പക്ഷെ അപ്പുറത്ത് കുറച്ചുകൂടെ, അവിടെ കുറച്ചുകൂടെ, ആ കാര്യം ചെയ്താൽ കുറച്ചുകൂടെ, ഇത് പോരാ, അതുകൊണ്ട് കുറച്ചുകൂടെ നല്ലത് കിട്ടുവാൻ വേണ്ടി അവസരത്തെ നഷ്ടപ്പെടുത്തി, തനിക്ക് കിട്ടിക്കൊണ്ടിരുന്ന അവസരത്തെ നഷ്ടപ്പെടുത്തി ആ മകൻ, എന്നെ കേൾക്കുന്ന നിങ്ങളിൽ പലരെയും പോലെ ഇറങ്ങി പുറപ്പെട്ടു. അതുകൊണ്ടാ കുടുംബജീവിതം തകർന്നു പോയേ, അതുകൊണ്ട് ആ ജോലി ഇല്ലാതായി തീർന്നേ, അതുകൊണ്ട് ആ പരാജയത്തിന്റെ പടുകുഴിയിൽ കിടക്കുന്നേ. ആമേൻ. പോയി. ഇനി ഇങ്ങനെ പറഞ്ഞിട്ട് എന്താ ദൈവദാസനെ കാര്യം? കുറ്റം പറഞ്ഞതുകൊണ്ട് കാര്യമുണ്ടോ? സംഭവിച്ചു എൻ്റെ ജീവിതത്തിൽ, അത് സംഭവിച്ചു. ആ ചെക്കൻ്റെ ജീവിതത്തിലും അത് തന്നെ സംഭവിച്ചു. അവിടേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുകയാണ്. അവിടെ അവനെല്ലാം നഷ്ടപ്പെടുത്തി, അല്ല, അവിടെ അവനെല്ലാം നഷ്ടപ്പെട്ടു. അവൻ പോയ സ്ഥലത്ത് നല്ലത് ലഭിക്കും, ഇതിലും നല്ലത്, കുറച്ചുകൂടെ നല്ലത്, ബെറ്ററായത് അവിടെ ഉണ്ടെന്ന് പ്രതീക്ഷിച്ച് അവൻ പോയി. ലോകത്തിലേക്ക് അവൻ പോയി. ദൈവത്തിൽ നിന്ന് അകന്ന് നമ്മൾ പോകുന്നത് പോലെ അപ്പൻ്റെ അടുക്കൽ നിന്ന് അവൻ പോയി. അവിടെ ബെറ്ററായത് ലഭിക്കുമെന്ന് പ്രതീക്ഷിച്ചു. പക്ഷേ നല്ലതൊന്നും അവിടെ ലഭിച്ചില്ല എന്ന് മാത്രമല്ല, അവൻ അവിടെ പോയപ്പോഴാണ് അവന് തിരിച്ചറിവ് വന്നത്, എൻ്റെ അവസരത്തെ ഞാൻ നഷ്ടപ്പെടുത്തി. എൻ്റെ അവസരത്തെ ഞാൻ നഷ്ടപ്പെടുത്തി. അവിടെ അവനായിരിക്കുന്ന സ്ഥാനത്ത് ലൂക്കോസിന്റെ സുവിശേഷം 15-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു: അവൻ ആ ദേശത്തിലെ പൗരന്മാരിൽ ഒരുത്തനെ ചെന്ന് ആശ്രയിച്ചു. അവൻ അവനെ തൻ്റെ വയലിൽ പന്നികളെ മേയ്പ്പാൻ അയച്ചു. 16 പന്നി തിന്നുന്ന വാളവിര കൊണ്ട് വയറ് നിറപ്പാൻ അവൻ ആഗ്രഹിച്ചു, എങ്കിലും ആരും അവന് അത് കൊടുത്തില്ല. അവനത് കൊടുത്തില്ല മീൻസ് അവനൊരു അവസരം കൂടെ കൊടുത്തില്ല. അവന്റെ കയ്യിലെല്ലാം ഉണ്ടായിരുന്നു, അവൻ നഷ്ടപ്പെടുത്തി. ആ പന്നികളുടെ യജമാനന് ഇവനെ അറിയാം, അതുകൊണ്ടാണല്ലോ ജോലി കൊടുത്തത്. അറിഞ്ഞുകൂടാത്ത, ഒരു പരിചയമില്ലാത്ത ആരെങ്കിലും ജോലി കൊടുക്കുമോ? ഇന്ന് അങ്ങനെ സംഭവിച്ചേക്കാം, എന്നാൽ അന്ന് അങ്ങനെ ഒരിക്കലും സംഭവിക്കത്തില്ല. ഇന്ന് ശക്തമായ പോലീസിംഗ് ഉണ്ട്, നമുക്കൊത്തിരി സുരക്ഷാ സാഹചര്യങ്ങൾ ഉണ്ട്, എന്നിട്ടും പ്രശ്നമാണ്. അന്ന് ഇതൊന്നുമില്ല. അതുകൊണ്ട് തന്നെ പരിചയക്കാർക്ക് മാത്രമേ അന്ന് ജോലി കൊടുക്കത്തുള്ളൂ, അല്ലെങ്കിൽ അവസരം കൊടുക്കത്തുള്ളൂ. നമ്മൾ ഒരു പരിചയമില്ലാത്തവർക്കും അവസരം കൊടുക്കും, വീഴ്ച പണിയും വാങ്ങിച്ചു പിടിക്കും, അല്ലേ? വഴിയെ പോകുന്ന എല്ലാവർക്കും ജീവിതത്തിൽ ഇടം കൊടുക്കും. അയ്യോ, എന്തിനാന്നേ വഴിയെ പോകുന്നവരെയൊക്കെ വലിച്ച് ജീവിതത്തിനകത്ത് കയറ്റുന്നേ? സഹോദര, സഹോദരി, മാതാവേ, പിതാവേ, എന്തിനാ വല്ലവർക്കും അവസരം കൊടുക്കുന്ന? മക്കളെക്കുറിച്ച് അവരോട് പറഞ്ഞ് അവർ പറയുന്നത് കേട്ട്, അയ്യോ, എന്തിനാടാ കുഞ്ഞുമക്കളെ നിങ്ങളുടെ മാതാപിതാക്കളെക്കാൾ അധികം പ്രാധാന്യം നിങ്ങൾ ലോകത്തിലുള്ളവനൊക്കെ കൊടുക്കുന്നേ? അവരെയൊക്കെ വിളിച്ചകത്ത് കയറ്റുന്നത് എന്തിനാണ്? അതല്ലേ ഈ തകർച്ചയ്ക്ക് കാരണം. മാതാപിതാക്കൾ നിങ്ങൾക്ക് കോപമുണ്ടാകും വിധത്തിൽ പറഞ്ഞുകൊണ്ടിരുന്നത് എന്താ? പടി പടി പടി, എന്ത് വേണമെങ്കിലും ചെയ്യാം, നീ ഒന്ന് പഠിക്ക്, നീ ഒന്ന് രക്ഷപ്പെട്. എവിടെ? അയ്യോ, അതുകൊണ്ടാ മാതാപിതാക്കളോട് ദേഷ്യം. എപ്പോഴും പടി, എപ്പോഴും പടി, ഇത് മാത്രമേ പറയാനുള്ളൂ. ഈ തള്ളയ്ക്ക് വേറെ ഒന്നും പറയാനില്ല. നിന്റെ നന്മയ്ക്ക് വേണ്ടി. ഇപ്പൊ മനസ്സിലായില്ലേ? അപ്പൊ നോക്കിയേ, ഈ പന്നികളുടെ യജമാനന് ഇവനെ നല്ലതുപോലെ അറിയാം. ഒരവസരം കൂടെ കൊടുക്കാമായിരുന്നു, അറിയാമായിരുന്നിട്ടും ഒരവസരം കൂടെ കൊടുത്തില്ല, പുറത്താക്കി കളഞ്ഞു. വിശപ്പ് കൊണ്ടായിരിക്കും അവൻ തിന്നത്, സാഹചര്യം അങ്ങനെ ആയതുകൊണ്ടായിരിക്കും അവൻ ചെയ്തത്. ചില സാഹചര്യങ്ങൾ ചിലത് ചെയ്യിപ്പിച്ചു, അതിന്റെ ഫലമായി വലിയ കഷ്ടതയും തകർച്ചയും ആ ജോലി സ്ഥലത്ത്. പെട്ടെന്ന് പറഞ്ഞുപോയി, സാഹചര്യമാ പറഞ്ഞുപോയി, പറയുവാൻ പാടില്ലാത്തതായിരുന്നു. ദേഷ്യത്തിൽ ലെറ്റർ എഴുതി കൊടുത്തു,
എനിക്കിനി ഇവിടുത്തെ ജോലി വേണ്ട, പറഞ്ഞു പോയി. ഭർത്താവിനോട് ആ സാഹചര്യത്തിൽ അങ്ങ് പറഞ്ഞു പോയി, ഭാര്യയോട് ആ സാഹചര്യത്തിൽ അങ്ങ് പറഞ്ഞു പോയി, കൈ നീട്ടിപ്പോയി, മാതാപിതാക്കളോട് പറഞ്ഞു പോയി. പക്ഷേ സാഹചര്യം ഒരവസരം കൂടെ തരേണ്ടതല്ലേ? ആ സാഹചര്യത്തിൽ പറഞ്ഞത് മാത്രമല്ലല്ലോ നിങ്ങളിൽ നിന്നുണ്ടായിട്ടുള്ളത്, അല്ലേ? ഒരവസരം കൂടെ തരേണ്ടതാ. പക്ഷേ ഒരവസരം കൂടെ ഇല്ല, തരത്തില്ല, കൊടുത്തില്ല. ഒരവസരം കൂടെ കൊടുത്തില്ല. ആര്? പന്നികളുടെ ഉടയവൻ ഒരവസരം കൂടെ കൊടുത്തില്ല. ലോകം, അവൻ പോയ ലോകം അവനൊരവസരം കൂടെ കൊടുത്തില്ല. അത് പുറത്ത്. ഇനി അകത്തേക്ക് വന്നേ. അവനൊരു പ്രിയ സഹോദരനുണ്ട്, 2 മക്കളേ ഉള്ളൂ. അന്ന് ധാരാളം മക്കൾ ഓരോ പിതാക്കന്മാർക്കുമുള്ള കാലഘട്ടമാണ്. 2 മക്കൾ, അയ്യോ, സ്നേഹിച്ച് പരസ്പരം പങ്കുവെച്ച് സന്തോഷത്തോടെ ജീവിക്കേണ്ട 2 മക്കൾ. ഈ മകൻ തിരികെ വരുമ്പോൾ ആ മൂത്ത മകൻ ഒരവസരം കൂടെ കൊടുക്കുവാൻ തയ്യാറാകുന്നില്ല. അവൻ പറയുന്നത് ഇതാണ്: ഇവൻ കൊണ്ടുപോയി എല്ലാം നശിപ്പിച്ചവനാണ്, ഇവനുള്ളതെല്ലാം കൊണ്ടുപോയി നശിപ്പിച്ചവനാണ്, അതുകൊണ്ട് ഇനി ഇവനൊരവസരം കൊടുക്കരുത്. അതേ, പുറത്തുള്ളവർ മാത്രമല്ല അകത്തുള്ളവരും പറയും, നിങ്ങൾക്കിനിയൊരു അവസരം തരരുത്, നിങ്ങൾക്കിനിയൊരു അവസരം തരരുത്. വിശ്വാസികളായി നിങ്ങൾ എന്നെ കേൾക്കുമ്പോൾ, അതേ, ദൈവസന്നിധിയിൽ നിങ്ങൾക്ക് വേണ്ടി ഇടിവിൽ നിൽക്കേണ്ടവർ, മധ്യസ്ഥത വഹിക്കേണ്ടവർ, അവർ തന്നെ പറയും, നിനക്കിനി ഒരു അവസരമില്ല, നീ നഷ്ടപ്പെടുത്തിയവനാണ്, നീ അപ്പന്റെ സ്നേഹത്തിൽ നിന്ന് അകന്നു പോയവനാണ്, നീ അപ്പനെ കോപിപ്പിച്ചവനാണ്, നീ അപ്പനെ തള്ളിക്കളഞ്ഞവനാണ്, അതുകൊണ്ട് നിനക്കിനി ഒരു അവസരം തരത്തില്ല. മാതാവേ, പിതാവേ, വലിയ വായിൽ വിളിച്ചു പറയുമ്പോൾ കേൾക്ക്. നീ അവസരം കൊടുക്കത്തില്ല. അവർ പ്രാർത്ഥിക്കാത്തത് കൊണ്ട്, അവർ നിനക്കൊപ്പം ഇരിക്കാത്തത് കൊണ്ട്, നീ ആരാധിക്കുന്നത് പോലെ ദൈവത്തെ ആരാധിക്കാത്തത് കൊണ്ട് നീ വിളിച്ചു പറയും, അതെ, ദൈവം നിനക്കിനി ഒരു അവസരം തരത്തില്ല. എന്നാൽ കേൾക്ക്, ദൈവം അങ്ങനെയല്ല കേട്ടോ. ആമേൻ. പ്രിയപ്പെട്ടവർ, ഒരു അവസരം കൂടെ കൊടുക്കത്തില്ല. അയ്യോ, അവസരമില്ല. സ്വന്തം ബന്ധങ്ങൾ ഒരു അവസരം കൂടെ തരുന്നില്ല, ഭാര്യ ഒരു അവസരം കൂടെ തരുന്നില്ല, ഭർത്താവ് ഒരു അവസരം കൂടെ തരുന്നില്ല, മക്കൾ ഒരു അവസരം കൂടെ തരുന്നില്ല, മാതാപിതാക്കൾ ഒരു അവസരം കൂടെ തരുന്നില്ല. അയ്യോ, ചില ആപ്ലിക്കേഷൻസുകൾ റിജക്റ്റ് ആയി പോയി. ഒരു അവസരം കൂടെ കിട്ടുമോ? ഇല്ല, കിട്ടുന്നില്ല. ഭാരപ്പെട്ടായിരിക്കുക. ദൂത അവസരം കിട്ടുക. യെസ്, യേശുവിൻ നാമത്തിൽ ആ റിജക്റ്റ് ആയി പോയ ആപ്ലിക്കേഷൻ, ആ ലോണിന് വേണ്ടിയുള്ള ആപ്ലിക്കേഷൻ, യെസ്, ലോൺ ലഭിക്കുക. ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക. അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി. ചില അഡ്മിഷനുകൾ റിജക്റ്റ് ആയി പോയി. ഓ, താങ്ക് ഗോഡ്. റിജക്റ്റ് ആയി പോയ അഡ്മിഷനുകൾ, ഭാരപ്പെട്ടായിരിക്കുക, നിനക്ക് അഡ്മിഷൻ ലഭിക്കുക. യെസ്, യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി. തള്ളിക്കളയപ്പെട്ട ചിലത്, ഓ താങ്ക് ഗോഡ്, തള്ളിപ്പോയ ചിലത്, ആമേൻ. കർത്താവ് ഒരു അവസരം കൂടെ നിനക്ക് തരികയാ. ഒരു അവസരം കൂടെ ആ ലോൺ അടച്ചു തീർക്കുവാനുള്ള സാവകാശം തരിക, പിന്നെയും അവസരം തരിക. ജപ്തിയായി പോകുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. കർത്താവ് വഴി തുറക്കും. ആമേൻ. ഒരുമിച്ച് ജീവിക്കുവാനുള്ള ഒരു അവസരം കൂടെ കർത്താവ് തരിക. ഓ താങ്ക് ഗോഡ്. പ്രിയപ്പെട്ടവരും ബന്ധുക്കളും വേണ്ടപ്പെട്ടവരും ഒന്നും ഒരു അവസരം കൊടുക്കത്തില്ല. എന്നാൽ വാചനം പറയുന്നു, അപ്പൻ തൻ്റെ മകനൊരു അവസരം കൂടെ കൊടുക്കുവാൻ വെയിറ്റ് ചെയ്യുക. ഓ സ്തോത്രം. എന്നെ കേൾക്കുന്ന പ്രിയരേ, കർത്താവ് നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക. ഒരവസരം കൂടെ എൻ്റെ കർത്താവ് തരും. ആ ജോലി സ്ഥലത്ത് സഹോദര സഹോദരി, നിനക്കൊരവസരം കൂടെ തരും. ജോലി നഷ്ടപ്പെട്ട് നീ മടങ്ങി വരാതെ അവിടെ തന്നെ നിന്ന് ജോലി ചെയ്ത് നിന്റെ ആഗ്രഹങ്ങളെ നേടിയെടുക്കുവാൻ തക്കവണ്ണം, സന്തോഷത്തോടെ നീ ജീവിക്കുവാൻ തക്കവണ്ണം ഒരു അവസരം കൂടെ എൻ്റെ കർത്താവ് നിനക്ക് തരികയായി. യെസ്, യേശുവിൻ നാമത്തിൽ തിരിച്ചറിയുന്നവർ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക. അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി. അതെ, അവിടെ നിനക്കൊരവസരം കൂടെ തരിക. ചിലത് ക്രമപ്പെടുത്തുവാൻ നിനക്ക് കഴിയും. ഇന്നറിയാം, എനിക്ക് അതൊക്കെ ചെയ്യുവാൻ കഴിയും, അതൊക്കെ ചെയ്ത് എനിക്ക് അവിടെ നിലനിൽക്കുവാൻ കഴിയും. എൻ്റെ കർത്താവ് അവസരം തരിക. അവിടെ നിനക്കൊരു അവസരം തരിക. ആ ജോലി സ്ഥലത്ത് നിനക്കൊരു അവസരം കൂടെ തരിക. ആ രാജ്യത്ത്, നീ കടന്നുപോയ രാജ്യത്ത്, അതെ, കടക്കാരിയായി നീ മടങ്ങി വരുമെന്ന് ശത്രു ചിന്തിച്ച് നോക്കിയായിരിക്കുക. നിനക്കൊരു അവസരം തരാത്ത പന്ന പിശാച്, അതെ, അവന് മുൻപിൽ നിനക്ക് അവിടെ എൻ്റെ കർത്താവ് ഒരു അവസരം കൂടെ തരിക. ഓ താങ്ക് ഗോഡ്. ജോലിക്ക് നിനക്ക് പിന്നെയും അവസരം തരിക. ആ സർട്ടിഫിക്കറ്റ് എക്സ്പയർ ആയി പോകത്തില്ല. യെസ്, യേശുവിൻ നാമത്തിൽ. ഓ താങ്ക് ഗോഡ്. ആ മാർക്ക് ലിസ്റ്റ് കാലാവധി കഴിഞ്ഞു പോകത്തില്ല. നിനക്കൊരവസരം കൂടെ ഉണ്ട്. ജോലിക്കാരനായി മാറുവാൻ നിനക്കൊരവസരം കൂടെ ഉണ്ട്. ദൂത ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക. അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി. ആമേൻ, ആമേൻ, ആമേൻ. സഹോദരി,
എൻ്റെ കർത്താവ് നിനക്കൊരു അവസരം കൂടെ തരിക. ഭാര്യയായി സന്തോഷത്തോടെ നീ ആഗ്രഹിച്ചതുപോലെ ചിലതൊക്കെ പരിഹരിച്ച് ചെയ്യേണ്ടതൊക്കെ ചെയ്ത് സന്തോഷമായി ജീവിക്കുവാനുള്ള ഒരു അവസരം നിന്റെ ഭർത്താവിനൊപ്പം എൻ്റെ കർത്താവ് നിനക്ക് തരിക. നിനക്കൊരു അവസരം കൂടെ തരിക. നിന്റെ ഭർത്താവിനൊപ്പം ജീവിക്കുവാൻ എൻ്റെ കർത്താവ് നിനക്കൊരു അവസരം തരിക. സഹോദരൻ, നിന്റെ ഭാര്യയ്ക്കൊപ്പം സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിക്കുവാൻ എൻ്റെ ദൈവം നിനക്കൊരു അവസരം തരിക. ഓ താങ്ക് ഗോഡ്, എൻ്റെ കർത്താവ് നിനക്ക് അവസരം തരിക. ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക. അതങ്ങനെ സംഭവിക്കുവാൻ പോകുക. ഇന്നലകളിൽ ഇടം കൊടുക്കുവാൻ പാടില്ലാത്ത ചിലർക്ക് നീ നിന്റെ ജീവിതത്തിൽ ഇടം കൊടുത്തു. ഫലം എന്താ? പലരും ജീവിതത്തിനകത്ത് കയറി കളിച്ചു. നിനക്കറിയാം അതൊക്കെ തിരുത്തുവാൻ എനിക്ക് പറ്റും, പക്ഷേ ഒരു അവസരമില്ല. ഇതാ അവസരം കർത്താവ് തരിക. പിന്നെ ഒരുമിച്ച് ജീവിക്കുവാൻ കർത്താവ് സാഹചര്യത്തെ ഒരുക്കുക. കോടതിയിൽ നിന്ന് അതെ അങ്ങനെ തന്നെ പറയുക. യെസ്, നീ ഭയപ്പെടുന്ന വിധി ഉണ്ടാകത്തില്ല. നീ ഭയപ്പെടുന്ന വിധി ഉണ്ടാകത്തില്ല. ഓ അമ്മേൻ. ഭയപ്പെടുക, ഭയപ്പെടുക, ഭയപ്പെടുക. മാതാവേ, പിതാവേ, എൻ്റെ മക്കൾക്കൊരു അവസരം കൂടെ കിട്ടുമോ? അവർക്ക് രക്ഷപ്പെടുവാൻ ഒരു അവസരം കൂടെ കിട്ടുമോ? ഇല്ല ഇല്ല, അവർ അവരുടെ ഭാവിയെ നഷ്ടപ്പെടുത്തി. അയ്യോ, അവരവരുടെ നല്ല കാലത്തെ നഷ്ടപ്പെടുത്തി. എൻ്റെ മക്കൾക്ക് ഇനി ഒരു അവസരമില്ല. എൻ്റെ കർത്താവ് അവസരത്തെ കൊടുക്കുക. പഠിച്ച് ജയിക്കുവാനുള്ള അവസരത്തെ കൊടുക്കുക. അഡ്മിഷൻ നേടുവാനുള്ള അവസരത്തെ കൊടുക്കുക. രാജ്യങ്ങളെ കീഴടക്കുവാനുള്ള അവസരത്തെ കൊടുക്കുക. അതെ, നിന്റെ മക്കൾക്ക് തന്നെ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക. അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്ക് എൻ്റെ കർത്താവ് നിന്റെ തലമുറകൾക്ക് അവസരങ്ങൾ നൽകുക. ഇനിയൊരു അവസരമില്ല. ഇനി അവൾക്കൊരു നല്ല വിവാഹം നടക്കത്തില്ല. ഇനി എൻ്റെ കുഞ്ഞിന് നല്ലൊരു വിവാഹം നടക്കത്തില്ല. അയ്യോ, അവസരമില്ല, അവസരമില്ല. ചാൻസുകൾ അവസാനിച്ചിരിക്കുന്നു. വീട്ടിനകത്തിരുന്ന് അയ്യോ ഭാരമാ. മാതാവേ, അനുഗ്രഹിക്കപ്പെട്ട വിവാഹങ്ങൾ നടക്കുവാൻ പോകുക. മിസ് ചെയ്തു, നീ നഷ്ടപ്പെടുത്തി കളഞ്ഞു. ചില അവസരങ്ങളെ നഷ്ടപ്പെടുത്തി. അതിൻ്റെ വേദനയാ. ഓ സ്തോത്രം. ആ വേദനയ്ക്ക് അറുതി വരുവാൻ പോകുക. നല്ല വിവാഹങ്ങൾ നടക്കുവാൻ പോകുക. നിങ്ങളുടെ മക്കൾക്ക് നല്ല വിവാഹങ്ങൾ നടക്കുവാൻ പോകുക. കർത്താവ് അവസരം തരുക. ഓ താങ്ക് ഗോഡ്. യേശുവിൻ നാമത്തിൽ എൻ്റെ അപ്പൻ നിന്റെ മക്കൾക്ക് അവസരം തരിക. സന്തോഷമായി ഒരുമിച്ച് ജീവിക്കുവാനുള്ള അവസരം തരിക. കുഞ്ഞുമക്കളെ, നിങ്ങളുടെ മാതാപിതാക്കൾക്കൊപ്പം സന്തോഷമായി ജീവിക്കുവാനുള്ള അവസരത്തെ എൻ്റെ കർത്താവ് തരിക. പല പല അവസരങ്ങളെ നിങ്ങൾ നഷ്ടപ്പെടുത്തി കളഞ്ഞു. ഒരുമിച്ച് സന്തോഷമായി ജീവിക്കുവാനുള്ള സാഹചര്യങ്ങൾ നിങ്ങൾ നഷ്ടപ്പെടുത്തി കളഞ്ഞു. അതെ, കർത്താവ് അവസരത്തെ നൽകുക. ഇനിയും അവസരം നൽകുക. ഭാരപ്പെട്ടായിരിക്കുക. റിജക്റ്റ് ചെയ്തു, ആപ്ലിക്കേഷൻ റിജക്റ്റ് ചെയ്തു. ഇനി എനിക്ക് അഡ്മിഷൻ കിട്ടത്തില്ല, ഇനി ആ കോളേജിൽ അഡ്മിഷൻ കിട്ടത്തില്ല, ഇനി ആ കോഴ്സിന് അഡ്മിഷൻ കിട്ടത്തില്ല. എൻ്റെ ഒരു വർഷം നഷ്ടപ്പെട്ടു പോയി. ഭാരപ്പെട്ടായിരിക്കുക. ദൂത കർത്താവ് പിന്നെയും അവസരം തരിക, ചാൻസ് തരിക. ഓ താങ്ക് ഗോഡ്. നിനക്ക് അഡ്മിഷനുള്ള ഈ ഒരു വർഷം നഷ്ടപ്പെട്ടു പോകാതിരിക്കുവാനുള്ള ചാൻസ് ദൂത നിന്നോട് തന്നെ. ഓ സ്തോത്രം, യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്ക് ഏറ്റെടുത്ത് പ്രാർത്ഥിക്കും. ആ ആപ്ലിക്കേഷൻ റിജക്റ്റായി, തള്ളിക്കളഞ്ഞു. വളരെ പ്രതീക്ഷയോടെ പോയതാ. ആ ലോണ് കിട്ടിയിട്ട് വേണം മകൻ്റെ വിദ്യാഭ്യാസം, മകളുടെ വിദ്യാഭ്യാസം, വിവാഹം, വാഹനം വാങ്ങൽ, വീട് വയ്ക്കൽ. ബട്ട് റിജക്റ്റായി. എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ചു. എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ചു. അതെ അതെ അതെ, ഒരു അവസരം കൂടെ കർത്താവ് തരിക. യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ ആ ലോൺ കിട്ടും. ഓ താങ്ക് ഗോഡ്. യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി ആ ലോൺ കിട്ടുക. വളരെ നാളുകളായുള്ള നിന്റെ കാത്തിരിപ്പിനെ എൻ്റെ കർത്താവ് അറുതി വരുത്തുക. റിജക്റ്റായ ആപ്ലിക്കേഷനിൽ തന്നെ. സ്തോത്രം, സ്തോത്രം. ഓ ആമേൻ. ഒരു ചാൻസ്, ഒരു ചാൻസ്. നല്ല ട്രീറ്റ്മെന്റിനുള്ള ചാൻസ് കർത്താവ് തരിക. ഇന്ന് സമയം താമസിച്ചു പോയി. ഡോക്ടർമാർ പറഞ്ഞു കുറച്ചുകൂടെ നേരത്തെ ആയിരുന്നെങ്കിൽ ക്യൂർ ആക്കുവാൻ കഴിയുമായിരുന്നു, ഒന്നും പേടിക്കണ്ടായിരുന്നു, വൈദ്യശാസ്ത്രം ഇത്ര മാത്രം വളർന്നല്ലോ. പക്ഷേ സമയം താമസിച്ചു. സ്റ്റേജ് 3 ഭാരപ്പെട്ടായിരിക്കുക. 3rd സ്റ്റേജിൽ ആ ക്യാൻസർ നിന്നെ വല്ലാതെ ഭയപ്പെടുത്തുന്നുണ്ട്. ഒരവസരം കൂടെ കിട്ടിയിരുന്നെങ്കിൽ കർത്താവ് ഒരു അവസരം തരിക. യേശുവിൻ നാമത്തിൽ. ഡോക്ടർമാർക്ക് ഈ സ്റ്റേജിൽ ഒന്നും ചെയ്യുവാനില്ലായിരിക്കും, എന്നാൽ എൻ്റെ ദൈവത്തിന് ചെയ്യുവാൻ കഴിയും. അതെ, അവൻ നിന്നെ സൗഖ്യമാക്കി ഒരു അവസരം കൂടെ തരിക. ഓ ആമേൻ. ആ രോഗം വിട്ടുമാറുക. ഓ താങ്ക് ഗോഡ്. കർത്താവ് ഒരു അവസരത്തെ കൂടെ നൽകുക. ഒരു അവസരത്തെ കൂടെ നൽകുക. ബാധ്യതക്കാരിയായി നീ മാറുവാൻ തക്കവണ്ണം ചിലരെ നിന്റെ ആ സ്ഥാപനത്തിലേക്ക് കൊണ്ടുവന്നു. അത് മുഖാന്തരം നിന്റെ ജീവിതത്തിൽ പലർക്കും ഇടം കൊടുത്തു. ചെയ്യുവാൻ പാടില്ലാത്തവരുമായി ചേർന്ന് ചെയ്തു. ഫലമോ വലിയൊരു തകർച്ച. കർത്താവ് ഒരു അവസരത്തെ കൂടെ തരിക. ഓ സ്തോത്രം. കർത്താവ് ഒരു അവസരത്തെ കൂടെ തരിക.
ശുശ്രൂഷക കർത്താവ് ഒരു അവസരത്തെ കൂടെ തരിക. നീ നഷ്ടപ്പെടുത്തി കളഞ്ഞ ആ നല്ല കാലത്തിന് പകരം കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ കർത്താവ് ഒരു അവസരം കൂടെ തരിക. ഓ താങ്ക് ഗോഡ്. അതെ, അവൻ നിങ്ങൾക്കൊരു അവസരം കൂടെ നൽകും. ആ മകന് ആ പ്രിയ പിതാവ് ഒരു അവസരത്തെ കൂടെ നൽകി. നമ്മുടെ ദൈവം, അതെ, അവൻ അവസരങ്ങളുടെ കർത്താവാണ്. അവസരങ്ങൾ നിങ്ങൾക്ക് മുമ്പിൽ ഇനിയുമുണ്ട്. ഒന്നും അവസാനിച്ച് പോയിട്ടില്ല. അതേ, ഭാരപ്പെടേണ്ട, ഒന്നും അവസാനിച്ച് പോയിട്ടില്ല. അപ്പോൾ മെസ്സേജ് നിങ്ങൾക്ക് അനുഗ്രഹമായെന്ന് കരുതുന്നു. അനുഗ്രഹമായെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ അറിയുന്നു, ഒത്തിരി പേര് ഈ പ്രോഗ്രാമിലേക്ക് കൂട്ടിവരുത്തുക. അതുപോലെ തന്നെ അനുഗ്രഹീതമായ ഇതുപോലുള്ള മെസ്സേജുകൾ കേട്ട് എല്ലാ ദിവസങ്ങളെയും അനുഗ്രഹപൂർണ്ണമാക്കി മാറ്റണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ പ്രൈസർ ഫാമിലി ഗ്ലോബൽ എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. പ്രഭാതമന്നെ എന്ന പേരിൽ ഇതുപോലുള്ള മെസ്സേജുകൾ നിങ്ങൾക്ക് ലഭ്യമാണ്. അതുപോലെ സഭാരാധന മിസ് ചെയ്യുന്ന അനുഭവത്തിൽ നിങ്ങളായിരിക്കുന്നുവെങ്കിൽ എല്ലാ ഞായറാഴ്ചകളിലും പ്രൈസർ ഫാമിലിയുടെ വിശുദ്ധ സഭായോഗം ലൈവായി പ്രൈസർ ഫാമിലി ഗ്ലോബൽ എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനലിൽ 10:30 മുതൽ നിങ്ങൾക്ക് അനുഭവിക്കുവാൻ കഴിയും. അതെ, ആ സഭായോഗത്തിൽ നമുക്ക് ഒരുമിച്ച് പങ്കുചേരുവാനും അവസരം ഉണ്ട്. ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ധൈര്യമായി കോൺടാക്ട് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ അറിയിക്കുവാനും മടിക്കേണ്ട. ഞങ്ങളുടെ പ്രാർത്ഥന നിങ്ങൾക്കൊപ്പമുണ്ട്. പ്രൈസർ ഫാമിലി എപ്പോഴും നിങ്ങൾക്കൊപ്പം. കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. വിശ്വസ്ത കർത്താവേ, നല്ല ദൈവമേ, അനുഗ്രഹീതവും പ്രശാന്തവുമായിരിക്കുന്ന നല്ല സമയം അടിയനൊപ്പമായിരിക്കുന്ന ഈ ജനത്തെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഒരവസരത്തിനായി ഒരിക്കൽ കൂടി അപ്പാ, ഇന്ന് അങ്ങ് ഇവർക്കൊരു അവസരം കൂടെ നൽകിയ കൃപയ്ക്കായി സ്തുതിക്കുന്നു. രോഗികളായി ഭാരപ്പെടുന്നവർ പ്രാർത്ഥിക്കുക. ഇപ്പോൾ അങ്ങ് സൗഖ്യമാക്കുന്ന കൃപയ്ക്കായി സകല രോഗബന്ധനവും നസ്രനായ യേശുവിൻ നാമത്തിൽ ഇപ്പോൾ വിട്ടുമാറട്ടെ. ചില വർഷങ്ങളായി എഴുന്നേറ്റ് നടക്കുവാൻ കഴിയാത്ത വിധത്തിൽ കാലിനെ ആ ജോയിന്റുകൾക്ക് മൂവ്മെന്റ് ഇല്ലാതെ ആക്കുന്ന ആ അവസ്ഥ യേശുവിൻ നാമത്തിൽ യെസ് സൗഖ്യമാകട്ടെ. സകല രോഗബന്ധനങ്ങൾ, ആ ബാക്ക് പെയിൻ യെസ് സൗഖ്യമാകട്ടെ. ആമേൻ. യേശുവിൻ നാമത്തിൽ വിട്ടുമാറാതെ വെളിപ്പെട്ട് വ്യാപരിക്കുന്ന സകല രോഗബന്ധനവും, പൈശാചികമായ രോഗബന്ധനങ്ങൾ, വർഷങ്ങളായി ട്രീറ്റ്മെന്റ് ചെയ്യുന്നു, എന്നാൽ സൗഖ്യമില്ല, പിശാച് ബാധിച്ചിരിക്കുന്ന അവസ്ഥ, ചില രോഗാത്മാവ്, അശുദ്ധാത്മാവ് ഇപ്പോൾ വിട്ടുപോകുന്ന കൃപയ്ക്കായി ഉറക്കമില്ലായ്മകൾ മാറുക, ഡിപ്രഷനുകൾ മാറുക. ഓ താങ്ക് ഗോഡ്. ജോലിയില്ലാതെ ഭാരപ്പെടുന്നവർ പ്രാർത്ഥിച്ചോട്ടെ. കർത്താവ് വഴി തുറക്കുക. ആമേൻ. ജോലി സ്ഥലത്തുള്ള പ്രശ്നങ്ങൾക്ക് അറുതിയാവുക. സഹായികളെ കർത്താവ് എഴുന്നേൽക്കുക. നിങ്ങൾക്കൊപ്പം നിൽക്കുവാൻ നിങ്ങൾക്ക് വേണ്ടി കർത്താവ് ചിലർ എഴുന്നേൽപ്പിക്കുക. അവസരങ്ങൾ തരിക. അവസരങ്ങളുടെ വാതിലുകളെ കർത്താവ് തുറന്നു തരിക. ഓ താങ്ക് ഗോഡ്. പ്രാർത്ഥിക്കും. കർത്താവ് വഴികളെ തുറക്കുക. മുൻപോട്ട് പോകുവാൻ തക്കവണ്ണം പുതിയ ജോലിക്കായി കർത്താവ് വഴികളെ തുറക്കുക. എല്ലാ ബാധ്യതകളും മാറുക. കടഭാരങ്ങളാൽ ബാധിക്കപ്പെട്ടായിരിക്കുന്നവർ പ്രാർത്ഥിച്ചോട്ടെ. കൊടുത്തു തീർക്കുവാൻ തക്കവണ്ണം വഴികൾ തുറക്കപ്പെടുക. നിങ്ങൾക്ക് ലഭിക്കേണ്ട അവകാശങ്ങൾ ലഭിക്കുക. ഓ താങ്ക് ഗോഡ്. കുടുംബജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെടുക. ഡിവോഴ്സുകൾ മാറിപ്പോകുക. ഭാര്യമാർ മടങ്ങി വരിക. ഭർത്താക്കന്മാർ മടങ്ങി വരിക. ഡിവോഴ്സുകളെ ഞാൻ ക്യാൻസൽ ചെയ്ത് പ്രാർത്ഥിക്കുന്നു യേശുവിൻ നാമത്തിൽ. അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കാൽ മക്കൾ അനുഗ്രഹിക്കപ്പെടുക. ഭാവി ജീവിതം, വിവാഹം, ഉദരഫലമില്ലാതെ ആയിരിക്കുന്ന മക്കൾ യെസ് യേശുവിൻ നാമത്തിൽ ഉദരഫലം ലഭിക്കുക. വിദ്യാഭ്യാസം അനുഗ്രഹിക്കപ്പെടുക. റിസൾട്ട് ഉണ്ടാകുക. ആമേൻ ആമേൻ. സ്വദേശത്തും വിദേശത്തും ബാധിക്കപ്പെട്ടായിരിക്കുന്നവർ, വിസ പ്രോബ്ലങ്ങളാൽ പിടിക്കപ്പെട്ടവർ, യാത്രാ തടസ്സങ്ങളിലായിരിക്കുന്നവർ വിടുവിക്കപ്പെടുക. ബിസിനസ്സുകൾ ചെയ്ത് ബാധിക്കപ്പെട്ടവർ യേശുവിൻ നാമത്തിൽ വിടുവിക്കപ്പെടട്ടെ. വഴികൾ തുറക്കപ്പെടട്ടെ. ലഭിക്കേണ്ട നന്മകൾ ലഭിക്കട്ടെ. ആമേൻ. കവർന്നെടുക്കപ്പെട്ട നന്മകൾ ലഭിക്കട്ടെ. ഭവനങ്ങളില്ലാതെ ഭാരപ്പെടുന്നവർ ഭവനങ്ങളെ പണിയട്ടെ. വസ്തുക്കൾ വാങ്ങട്ടെ. വാഹനങ്ങൾ വാങ്ങട്ടെ. ഓ താങ്ക് ഗോഡ്. മദ്യപാന വ്യഭിചാര വെറിക്കൂത്തുകൾ വിട്ടുപോകട്ടെ. ശുശ്രൂഷകന്മാർ അനുഗ്രഹിക്കപ്പെടട്ടെ. പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഈ ജനത്തെ അടിയൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹമാക്കി പരിപാലിക്കും. വലിയ സാക്ഷ്യത്തിനായി ഒരുക്കും. പ്രാർത്ഥനയുടെ കൃപയ്ക്കായി സ്തുതിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. അപ്പോൾ പറകാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുമല്ലോ. അടുത്ത ആഴ്ച ഇതേ സമയം ഇതേ ചാനലിലൂടെ ദൈവം അനുവദിച്ചാൽ ഇപ്പോൾ നാം കേട്ട് അനുഗ്രഹം പ്രാപിച്ച ഇത് നിങ്ങളുടെ വിടുതലിന് നേരം എന്ന പ്രൈസർ ഫാമിലിയുടെ പ്രതിവാര വചന സന്ദേശത്തോടൊപ്പം നാം ഒരുമിച്ച് തന്നെ ആയിരിക്കും. അതുവരേക്കും പ്രിയരെ, ഹാവ് എ നൈസ് ഡേ. പ്രൈസർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ 11 മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക. പ്രൈസർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും
ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട്. നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രേഷ്യർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം 3 മണിക്ക് നെയ്യാറ്റിൻകര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള MS പ്ലാസയിലേക്കും കടന്നു വരിക. നിങ്ങളുടേതായ ഒരു വിഷയത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട്. പ്രാർത്ഥനയോടെ വിളിക്കുക. ആമേൻ.